വരുന്നിടത്ത് വെച്ച് കാണാം. എനിവേ, ഇതാണ് ഓപ്പോൻ്റെ ഓപ്പോ K10 5G. ഞാനാണ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഗ്രീൻ പാക്കേജിംഗ് ആണ്. ലെറ്റ്സ് അൺബോക്സ്. ഫസ്റ്റ് തന്നെ ഫോണാണ്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, സിലിക്കോൺ TPU കേസ്, ഡോക്യുമെന്റേഷൻ ആൻഡ് സിം ടൂൾ. സോ ഓപ്പോൻ്റെ ഈ K10 5Gന്റെ ഇൻ ഹാൻഡ് ഫീൽ നല്ലതാണ്. അതായത് ലൈറ്റ് വെയിറ്റ് ഫോണാണ്, സ്ലിം ആണ്. ഓക്കെ, 190 ഗ്രാം ആണ് വെയിറ്റ്, 7.99 mm ആണ് തിക്നെസ്. ബാക്കിൻ്റെ ആ ഒരു ഡിസൈനും നല്ലതാണ്. തീർച്ചയായിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫിനിഷ് ഒക്കെ നല്ല ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, ഒരു മാറ്റ് ഫിനിഷാണ്. ഇതാണ് ഓപ്പോൻ്റെ ഓപ്പോ Reno 7 Pro 5G. സോ രണ്ടിൻ്റെ ബാക്ക് നോക്കാം. ഇതൊരു കമ്പാരിസൺ അല്ല, പക്ഷേ ആ ഒരു ബാക്കിൻ്റെ ഡിസൈൻ ഒരു സിമിലർ ഫിനിഷാണ് വരുന്നത്. ഓക്കെ, ഇതിൽ ഗ്ലാസ് ആണ്, ഇതിൽ പ്ലാസ്റ്റിക് ആണ്. സ്റ്റിൽ സിമിലർ ഡിസൈൻ ആണ്. സോ തീർച്ചയായിട്ടും ഡിസൈൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഐ ഹാവ് നോ കംപ്ലയിൻസ്. ഓക്കെ, 2 കളർ വേരിയൻസിലാണ് വരുന്നത്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. ഫോണിൻ്റെ ടോപ്പിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ ഉണ്ട്, ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ ആൻഡ് വോളിയം റോക്കർ. ഫോണിൻ്റെ ബോട്ടം സൈഡിൽ ഹെഡ്ഫോൺ ജാക്ക്, മൈക്ക്, ടൈപ്പ് സി USB സ്ലോട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. സോ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് ഫസ്റ്റ് തന്നെ പറഞ്ഞു തരാം. HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓക്കെ, 18,000 രൂപയുടെ ജസ്റ്റ് താഴെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, ആ പ്രൈസ് പോയിന്റിൽ ഒരിക്കലും HD+ ഡിസ്പ്ലേ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഓപ്പോ പോലുള്ള ഒരു മെയിൻ സ്ട്രീം കമ്പനി ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ HD+ ഡിസ്പ്ലേ തരുന്നത് തീർച്ചയായിട്ടും എന്നെ നിരാശപ്പെടുത്തി. ഫ്രാങ്ക്ലി, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ലുക്കിൽ നിങ്ങൾ ഈ ഒരു ഫോൺ ഒരു ഓഫ്ലൈൻ കടയിൽ ചെന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാൻ കഴിയില്ല കേട്ടോ. നമ്മൾ ഇത്രയും പൈസ മുടക്കുമ്പോൾ ഫുൾ HD+ ഡിസ്പ്ലേ ഷ്യൂർ ഷോട്ട് കിട്ടേണ്ടതാണ്. സോ ഇവിടെ വന്നിരിക്കുന്നത് 6.56 ഇഞ്ചിന്റെ HD+ IPS LCD പാനലാണ്. 90 ഹെർട്സിന്റെ ആണ് റിഫ്രഷ് റേറ്റ്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോംസിൽ 1080p കണ്ടന്റ് ആസ്വദിക്കാൻ കഴിയും. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഡീസെന്റ് ആണ്. ഓക്കെ, അങ്ങനെ ഭയങ്കരമായ പെർഫോമൻസ് ഒന്നുമില്ല. തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതായത് ബോട്ടം ഫൈനിങ് സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് 70-75% സൗണ്ട് വരുന്നത്. എന്നാൽ ടോപ്പിൽ നിന്നും വരുന്നുണ്ട്. പവർ ബട്ടണിലുള്ള സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ പ്രോബ്ലം ഇല്ല. ഓക്കെ, ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്, നോ പ്രോബ്ലം. ഈവൻ ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചറും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ പ്രൈവസി സെക്യൂരിറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോ ഇഷ്യൂസ്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആ നോർമൽ വൈബ്രേഷൻ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ്. ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അവിടെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടില്ല. മിക്ക കമ്പനികളും ഇപ്പം സോഫ്റ്റ്വെയർ ബേസ്ഡ് പ്രോക്സിമിറ്റി സെൻസർ ആണ് തരുന്നത്. ഗൂഗിൾ ഡയലർ ആണ് വന്നിരിക്കുന്നത്. സോ ഓട്ടോ കോൾ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല. റെക്കോർഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അനൗൺസ്മെന്റ് പോകും. 48 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 48+2 അതായത് ഡെപ്ത് ആണ്. സോ സിംഗിൾ ക്യാമറ നമുക്ക് പറയാം. അൾട്രാ വൈഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ അവിടെയും കോസ്റ്റ് കട്ടിങ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പുതിയ പ്രവണതയാണ്. 20,000 താഴെ അങ്ങനെ നടക്കുന്നുണ്ട്. റിയൽമിയുടെ ഏത് ഫോണിലുണ്ടായിരുന്നു. ഓക്കെ, സോ അത് നിങ്ങൾ മിസ് ചെയ്യും ഫോർ ഷ്യൂർ. ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ടിപ്പിക്കൽ ഓപ്പോയിൻ്റെ ക്യാമറ പെർഫോമൻസ് ആണ്. അതായത് നല്ല ബ്രൈറ്റ് ഫോട്ടോസ് ആയിരിക്കും, നല്ല ബ്രൈറ്റും പിന്നെ ആ ഒരു വൈബ്രൻസ് ഒക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ കളറൊക്കെ ഉണ്ടല്ലോ, ആ ചുമപ്പും നീലയും പച്ചയൊക്കെ അത്യാവശ്യം നല്ല ഇതിൽ ബൂസ്റ്റഡ് ആണ്. അത് അത്യാവശ്യം കത്തി കിടക്കുകയാണ്. കത്തി കിടക്കുക എന്ന് പറയുകയാണെങ്കിൽ നോർമലി നമ്മൾ എഡിറ്റ് ചെയ്ത് കിട്ടുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, അതിൻ്റെ ലുക്കാണ് കിട്ടുന്നത്. ചിലർക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ടായിരിക്കും ഓപ്പോ ഇവിടെ അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫോട്ടോൻ്റെ ഡീറ്റെയിൽസിൽ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഈവൻ സ്കിൻ ടോണും ഓക്കെ ആണ്, ചെറിയ വെളുപ്പിക്കലൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ സെൽഫി ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് സ്കിൻ സ്മൂതനിങ് അല്ലെങ്കിൽ ആ ഒരു സ്കിൻ ടച്ചപ്പ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം ലേശം കയറ്റി വെച്ചിരിക്കുകയാണ് ഔട്ട് ഓഫ് ദ ബോക്സ്. സോ അത് നിങ്ങൾ കുറച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഫേസിന് കുറച്ചും കൂടി നാച്ചുറൽ ലുക്ക് കിട്ടും. പോർട്രേറ്റ് ഫോട്ടോസിന്റെ എഡ്ജ് ഡിറ്റക്ഷൻ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും ഓക്കെ ആണ്. ആ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഇഷ്യൂ ഒന്നും തോന്നുന്നില്ല. സെൽഫി ക്യാമറ 8 മെഗാ പിക്സലിൻ്റെതാണെങ്കിലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വലിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. റിയർ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ 1080p 30 FPS ആണ്. ഫോട്ടോസിൽ കണ്ടുവരുന്ന ആ ഒരു ബ്രൈറ്റ് വൈബ്രന്റ് സംഭവം ഉണ്ടല്ലോ, പ്രോസസ്സിംഗ്, അത് ഇവിടെയും കിട്ടുന്നുണ്ട്. അത്യാവശ്യം എഡിറ്റഡ് ലുക്കാണ് കിട്ടുന്നത്. ഓക്കെ, ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. റിയർ ക്യാമറ ആൻഡ് ഫ്രണ്ട് ക്യാമറ ഫോട്ടോസ് ആൻഡ് വീഡിയോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് നാച്ചുറൽ ലുക്കാണോ ഇഷ്ടം, അതോ ഇതുപോലുള്ള ലേശം എഡിറ്റഡ് വൈബ്രന്റ് ലുക്കാണോ ഇഷ്ടം? ഈ ഫോൺ 8GB 128GB സിംഗിൾ റാം സ്റ്റോറേജ് വേരിയന്റിലാണ് വരുന്നത്. 5GB എക്സ്റ്റൻഡഡ് റാം വരുന്നുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു സിമ്മും ഒരു മൈക്രോ SD കാർഡ് അല്ലെങ്കിൽ 2 സിം യൂസ് ചെയ്യാൻ പറ്റും. ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് Android 12 കൊടുത്തിട്ടുണ്ട് വിത്ത് ലേറ്റസ്റ്റ് ColorOS 12.1. ഓക്കെ, സോ ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. നല്ലൊരു ബഗ് ഫ്രീ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. 120 ഹെർട്സ് കൊടുക്കേണ്ടതായിരുന്നു, 90 ഹെർട്സും ഓക്കെ ആണ്. അതിൻ്റെ സ്മൂത്ത്നെസ് ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ആ ഒരു 90 ഹെർട്സിൻ്റെ സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഇതിലുള്ള ചിപ്സെറ്റ് ആയിരിക്കും. മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 810 5G ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ചിപ്സെറ്റ് ആണ്, സ്പെഷ്യലി ഈ പ്രൈസ് റേഞ്ചിൽ ഐ എം ഓക്കെ. ഗെയിമിംഗ് ചിപ്സെറ്റ് ആണോ എന്ന്
ചോദിച്ചാൽ ഗെയിമിംഗ് ചിപ്സെറ്റ് ഒന്നുമല്ല, എന്നാലും മിഡ് റേഞ്ച് ലെവൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. BGMI നോക്കുകയാണെങ്കിൽ 40 FPS സ്മൂത്ത് അൾട്രാ സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ഡീസൻറ്റ് ഗെയിം പ്ലേ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഗെയിമിംഗ് ഫോണല്ല, സ്റ്റിൽ നിങ്ങൾക്ക് BGMI ഇടയ്ക്കൊക്കെ എടുത്ത് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കളിക്കാം, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. സോ ഈ ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നോ കംപ്ലയിൻസ്. ഓക്കെ, നോർമലി പ്രൈസ് സെഗ്മെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. അത് ചിപ്സെറ്റ് പെർഫോമൻസ് ആണെങ്കിലും സോഫ്റ്റ്വെയർ പെർഫോമൻസ് ആണെങ്കിലും നല്ല സോഫ്റ്റ്വെയർ പെർഫോമൻസ് ആണ് കിട്ടിയത്, നല്ല സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ട്. സോ ഈ രണ്ടിൻ്റെയും പോയിന്റ് ഓഫ് വ്യൂന്ന് നോ ഇഷ്യൂസ്. ബാക്ക്ഗ്രൗണ്ട് സ്ട്രീമിൻ്റെ ഓപ്ഷൻ ഇതിൻ്റെ സ്മാർട്ട് സൈഡ് ബാറിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് യൂട്യൂബിൽ പ്രീമിയം അടയ്ക്കാതെ ഫോൺ ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് യൂട്യൂബ് പ്ലേ ചെയ്യാം. പിന്നെ അത്യാവശ്യം ബ്ലോട്ട്വേഴ്സ് കൊടുത്തിട്ടുണ്ട്, മോജും ജോഷും ഫോൺ പേ ഒക്കെ വന്നിട്ടുണ്ട്, എടുത്ത് കളയേണ്ടി വരും. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ നൈസ്. സോ ചാർജിങ് ഒക്കെ ഓക്കെ ആണ്. ഈ പ്രൈസ് പോയിന്റിൽ 33 വാട്ട് ഈസ് ഓക്കെ. ഏകദേശം 65 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ചെയ്യാം 0 to 100%. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ ബാറ്ററി ബാക്കപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. 1 ഡേ ഈസിലി കിട്ടുന്നുണ്ട്. FM റേഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്. ഡ്യുവൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. കാരിയർ എഗ്രിഗേഷൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. ലോഞ്ചിന് മുന്നേ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഫോണിൻ്റെ എക്സാക്ട് പ്രൈസ് എനിക്ക് അറിയില്ല. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റിലും ഷെയർ ചെയ്യാം. ആസ് പെർ ലീക്സ് 18,000 രൂപയുടെ താഴെയായിരിക്കും എന്നാണ് പറയുന്നത്. 8GB 128GB ആണ് റാം സ്റ്റോറേജ്, സിംഗിൾ റാം സ്റ്റോറേജ് വേരിയന്റ് ആണ്. സോ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ, അതായത് 8GB 128GB പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പോക്കോ M4 Pro 5G, iQOO Z6 5G, അതൊക്കെയാണ് ബേസിക്കലി ഈ ഫോണിന്റെ കോമ്പറ്റീഷൻ. സോ ആ കോമ്പറ്റീഷനുമായിട്ട് നോക്കുകയാണെങ്കിൽ മിക്ക എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓക്കെയാണ്. പ്രൊസസ്സർ ഓക്കെയാണ്, സോഫ്റ്റ്വെയർ പെർഫോമൻസും കിട്ടുന്നുണ്ട്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഹെഡ്ഫോൺ ജാക്ക് എല്ലാം വരുന്നുണ്ട്, ഡിസൈനും ഓക്കെയാണ്. ഒരേ ഒരു പോയിന്റ് ആ ഒരു ഡിസ്പ്ലേ ആണ്. സോ നിങ്ങൾ ഓപ്പോൻ്റെ 5G ഫോൺ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ നോക്കാം. ആ ഒരു HD+ നിങ്ങൾക്കൊരു ഇഷ്യൂ അല്ലെങ്കിൽ നോക്കാം. എൻ്റെ റെക്കമെൻഡേഷൻ ആയിരിക്കും ഈ പ്രൈസ് പോയിന്റിൽ 5G കൊണ്ട് ഒരുപാട് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ 5G തൽക്കാലം മറന്നിട്ട് ഇതിൻ്റെ 4G വാങ്ങിയാലും മതി. OPPO K10 4G ഉണ്ടല്ലോ, അതും അത്യാവശ്യം നല്ല ഫോണാണ്. 15,000 താഴെ കിട്ടുന്നുണ്ട്. അതിൻ്റെ റേറ്റിംഗ് ഒക്കെ നല്ലതാണ്. ഫ്ലിപ്കാർട്ടിൽ അത്യാവശ്യം നല്ല യൂസർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. 4.5 ഒക്കെയാണ് വന്നിരിക്കുന്നത്. സോ അതും കൂടെ ഒന്ന് നോക്കിക്കോളും. ഓപ്പോൻ്റെ ഫോണാണ് നോക്കുന്നതെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഈ പ്രൈസ് പോയിന്റിൽ പല ബ്രാൻഡുകളുടെ സൈഡിൽ നിന്ന് ഒരുപാട് നല്ല ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ബാക്കി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഈസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.